ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതായത് തൃശ്ശൂരുകാരുടെ സ്വന്തം വിഷുക്കട്ട. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. അതായത് ഒരു നാഴി, അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഡപ്പയില്ലേ, അതാണ് ഏകദേശം ഒരു നാഴി കേട്ടോ. ആ അത്രയും അരി ഞാനത് വൃത്തിയായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ അടുത്ത സാധനം വേണ്ടത് തേങ്ങ. അതായത് നമുക്കിതിൽ വലിയ 2 തേങ്ങയാണ് വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തേങ്ങ കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കുള്ളൂ, അത് വിഷു വരണം വിഷുക്കട്ട ഉണ്ടാക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ നോർമലി അല്ലാണ്ടൊന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നന്നായി ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു 2 വലിയ തേങ്ങ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ വേണ്ടത്, ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1/2 സ്പൂണൊക്കെ ഇട്ടാൽ മതി. പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ പൊതുവേ ഇഷ്ടമാണ്. അതുകൊണ്ട് ജീരകം ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാനത് ചതയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ജീരകം കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീരകത്തിന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കും. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് 1-ാം പാലും 2-ാം പാലും മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യാം. നമുക്കിതിലോട്ട് ഞാൻ ഈ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇത് ഞാൻ അരയ്ക്കുമ്പോൾ ഞാൻ 1-ാം പാലും 2-ാം പാലും മാറ്റുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 1.5 ഗ്ലാസ് 1-ാം പാലും, അതായത് നായുടെ എത്ര തന്നെ വരുന്ന അത്രയും 1-ാം പാലും, ബാക്കി ഓൾമോസ്റ്റ് 4 ഗ്ലാസ് 2-ാം പാലും കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആലോചിച്ചാൽ മതി, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് 1-ാം പാലും, കട്ടിയുള്ള 1-ാം പാല് 1.5 ഗ്ലാസ് എടുത്ത് വയ്ക്കും. ബാക്കിയുള്ളത് 4 ഗ്ലാസ് 2-ാം പാലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ചേർക്കുമല്ലോ, അത് ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് അരയ്ക്കേണ്ടത് കേട്ടോ. എന്നാലും നിറയെ പാല് കിട്ടുള്ളൂ. ഞാനപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് എൻ്റെ പാലെടുത്തുകൊണ്ട് വരാം. ഞാനിതപ്പോൾ ഇവിടെ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 4 നാഴി 2-ാം പാലുണ്ട് കേട്ടോ. അതായത് നമ്മൾ നാഴി അരിയാണ് എടുത്തത്, അപ്പോൾ 4 നാഴി 2-ാം പാൽ വേണം നമുക്കിതിന്. അതുപോലെ തന്നെ 1 നാഴി 1-ാം പാലും വേണം. അപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് 1-ാം പാൽ കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം, എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇളക്കണ സമയത്ത് നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പിരുത്തു പോകാനൊരു ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ അറിയോ, ചിലപ്പോൾ ഈ ചെറിയ തരികളൊക്കെ ഉണ്ടാവില്ലേ തേങ്ങയുടെ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ആകെപ്പാടെ 2 അരിയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഉണങ്ങലരി, അല്ലെങ്കിൽ പച്ചരി. വേറെ ഒരു റൈസും യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മളിതൊരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത്. കാരണം ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് പൊന്തിപ്പോകും. ഇപ്പം നന്നായിട്ട് തിള വന്നില്ലേ, ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനെ. ലോ ടു മീഡിയം ഫ്ലെയിം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ടും ആ തിളയ്ക്കുന്നത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് പിരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ് നമ്മളത് അടച്ചു വെക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇപ്പം തന്നെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവേ. ഇത് കണ്ടപ്പോൾ തന്നെ നല്ല ക്രീമിയാണ്. എന്താണെന്ന് പറയുക, തേങ്ങാപ്പാലിൽ തന്നെ ഒരു നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ചിലരിതിൽ മധുരം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. വെല്ലം ചേർക്കാറുണ്ട് ചിലർ പഞ്ചസാര ചേർക്കാറുണ്ട്. സോ നമ്മൾ പക്ഷെ ഇതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. അതും ഇപ്പോഴല്ല, ഞാൻ പറയാം എപ്പോഴാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് വേവട്ടെ. ഈ വെള്ളം നന്നായിട്ട് വറ്റാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം രണ്ടാം പാല് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 90% വെന്തിട്ടുണ്ട്, അരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഒന്നാം പാല് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നൊന്ന് ഇളക്കിയ ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെന്തും കൂടെ ആവുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ചോറ് പോലെ അല്ലാതിരിക്കണ്ട കേട്ടോ. ചോറിനെക്കാട്ടിലും കുറച്ചും കൂടെ വേവണം. അതായത് നമ്മുടെ കഞ്ഞിപ്പരുവത്തിലുള്ളൊരു വേവുണ്ടല്ലോ, ഏകദേശം അത്രയും വേവണം. അല്ലാതെ ചോറ് പോലെ വെന്തിട്ട് നമ്മൾ വിഷു കട്ട ഉണ്ടാക്കാൻ നോക്കിയാൽ അത് മുറിച്ചാൽ വരില്ല. ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എങ്ങനെ കഴിച്ചാലും ഈ സാധനം ടേസ്റ്റ് ഉണ്ടാവും. കാരണം തേങ്ങാപ്പാലല്ലേ, അതുകൊണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വിഷു കട്ട പറയുമ്പോൾ കട്ടയൊക്കെ കിട്ടണ്ടേ, നമുക്കത് കിട്ടില്ല. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വലിയ പാത്രം എനിക്ക് എടുക്കാമായിരുന്നു. ഓട്ടെ, സാരില്ല, ഞാനിപ്പോൾ എടുത്തു പോയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഒന്നാം പാലും കൂടെ ഒഴിക്കുന്ന സമയത്താണ് ഇതിനൊരു കളറൊക്കെ വരണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോഴേ നമ്മൾ പ്ലേറ്റിലേക്ക് പരത്തുമ്പോൾ കറക്റ്റായിട്ട് ശരിയായി കിട്ടുള്ളൂ. നമ്മളിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മധുരം ചേർത്തിട്ടാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ, ഉപ്പ് ഇത്ര ഇടാൻ പാടില്ല. ലേശം ഒരു പിഞ്ചേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് വേറെ കൂട്ടാൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ വട കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് വിഷുക്കട്ട കഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചക്കവിയൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വട കൂട്ടുകറി ഉണ്ടാക്കി കാണിച്ചു തരാം. പക്ഷെ ഇന്നേക്കിന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിങ്ങും എല്ലാം കൂടെ ആവില്ല. അപ്പോൾ നാളെ ആവും. ചക്കവിയലിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പാലക്കാട് സ്റ്റൈൽ വിഷുക്കഞ്ഞിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓസം ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത്. കഞ്ഞി പറയുമ്പോൾ ചിലർക്ക് പുഞ്ഞുമായിരിക്കും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ആ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇനിയും കൊണ്ടുവരൂ പറയും. അങ്ങനത്തെ ഒരു കഞ്ഞിയാണേ, ഒരു പാലക്കാടൻ സ്പെഷ്യൽ വിഷുക്കഞ്ഞി. നന്നായിട്ടൊന്ന് ഇരുന്നൊന്ന് കുഴയണം. അതായത് കുറച്ചും കൂടെ തിക്കാവണം. ഇങ്ങനെ എടുക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ പരത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് കട്ടിയായിട്ട് വരണ്ടേ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവണം. ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് വിട്ട് വരുന്ന പരുവാവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി പ്ലേറ്റിൽ നിൽക്കില്ല അത്. ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ നമുക്ക് എന്ത് കൈൻഡ് ഓഫ് കൂട്ടാൻ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചക്ക എരിശ്ശേരി, അതായത് ചെനഞ്ഞ ചക്ക കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ വട കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൻ്റെ കൂടെ കഴിക്കാനത് ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനെ ചക്ക അവിയലിൻ്റെ കൂടെ ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ
പക്ഷേ അവിയലിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ഇത്തിരി സുഖക്കേടാണ്. എന്നാലും എനിക്ക് വട കൂട്ടുകറിയുടെ കൂടെ അത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ എരിശ്ശേരിയുടെ കൂടെ പറഞ്ഞാൽ ചക്ക എരിശ്ശേരിക്ക് ആ ഒരു ചെനഞ്ഞ ചക്കയാകുമ്പോൾ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റാണ് ചക്കക്കുരും ചക്കയും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് കോമ്പിനേഷൻസ് പറഞ്ഞിരുന്ന കേട്ടോ. ശരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പാവില്ലേ, വെള്ളപ്പാവ് വെച്ചാൽ എന്നിട്ട് കുറച്ച് തിക്കായിട്ട്, അതായത് ശർക്കര പാനി എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ പാലക്കാട് ഭാഷയാണ് വെള്ളപ്പാവ് വെച്ച കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ ശരിക്കും പോകുന്ന ഒരു ആപ്റ്റായിട്ടുള്ള എല്ലാവരും കഴിക്കുന്ന ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ. ഇത്തിരിയും കൂടെ ഒക്കെ ആവണം, കുറച്ചും കൂടെ പറ്റാണ്ട് വെള്ളം. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ വിട്ട് പറ്റുന്ന പരുവത്തിലായി കണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ഇത് ഏകദേശം 2 കിണ്ണത്തിൽ പരത്താനുള്ള അത്രയും ഉണ്ട്. അപ്പം ഞാനത് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഇനിയും വെച്ചാൽ അടി പിടിക്കും. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല. എന്നാലും നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ക്ഷമ പരിശോധിക്കാൻ പാടില്ലല്ലോ. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മോശം. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫീലാണ് വിഷുക്കട്ട. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഉപ്പാണ്. മധുരം ചേർത്തിട്ട് ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ഉപ്പ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇത് കൂട്ടാൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, വേണമെങ്കിൽ വെറുതെ കഴിക്കാം. ശരിക്കും പറഞ്ഞത് കഴിക്കാൻ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് വെറുതെ തിന്നാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇതിന് അതായത് നാച്ചുറലി ഈ തേങ്ങയ്ക്ക് ഒരു മധുരമുണ്ട്. അപ്പോൾ അതും ലേശം ഉപ്പും എല്ലാം കൂടെ ആവുന്ന സമയത്ത് ഒരു ഉഗ്രൻ ടേസ്റ്റാണ്. അതുപോലെ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വിഷു വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പിശുക്കത്തരം കാണിച്ചൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും സെറ്റായിട്ടുള്ള വിഷുക്കട്ട കിട്ടും. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. ആക്ച്വലി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ നെയ്യാണ് തേച്ച് കൊടുക്കണം. നെയ്യ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയും തേച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ നെയ്യ് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഓൾറെഡി വിഷുക്കട്ട ഭയങ്കര ടേസ്റ്റിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി നെയ്യിൻ്റെ ഫ്ലേവറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഉഗ്രനല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് ഇങ്ങനെ തേച്ച് ഒന്ന് നല്ലൊരു ഫൈനായിട്ടുള്ള, കാണാൻ കുറച്ചും കൂടെ ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയില കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ഫ്ലേവർ, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും. എനിക്കിപ്പോൾ ഈ നേരത്ത് പോയി വാഴയില വലിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് രാത്രിയാണ്. വലിച്ചുകൊണ്ട് വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറന്നുപോയി. ഈ മോൾ ഭാഗം ഉണ്ടല്ലോ നല്ല സ്മൂത്താക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ചിട്ട് ഒന്ന് അമർത്തി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വാഴയിലത്തെ ആ മണമൊക്കെ നന്നായിട്ട് ഇറങ്ങും. മാത്രമല്ല വാഴയിലയിൽ ഉണ്ണുന്നത് നമ്മൾ ഹെൽത്തി ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുക്കട്ടയും അതുപോലെ തന്നെ വിഷുക്കഞ്ഞിയും ഉണ്ടാക്കി നോക്കുക. വിഷുക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം വിഷുക്കഞ്ഞിയുടെ ലിങ്ക് കൊടുക്കാം. മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രണ്ടും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കേട്ടോ. ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ റെസിപ്പി സെയിം ആണോന്നെങ്കിലും ഒന്ന് നോക്കണ്ടേ. നല്ല സ്മൂത്ത് സർഫേസ് ആക്കിയിട്ടുണ്ട് ഇത് കാണാൻ. നല്ല അടിപൊളിയല്ലേ. ഇപ്പം കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റാവാൻ വെച്ചിട്ട് അത് സെറ്റായ ശേഷം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ക്ലോസ് ലുക്ക് കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ അപ്പം അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എപ്പോഴും നിങ്ങളാണ് എൻ്റെ ബലം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് ആ ലൈക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അതുപോലെ ഡിസ്ലൈക്ക് ചെയ്യുന്ന പക്ഷം അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്തതെന്ന്. അത് എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ എനിക്കിത് വളരാൻ പ്രചോദനമാണ്. ഇനിയും നാളെയും പിന്നെയും എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട്, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്തണം നമ്മളല്ലേ. നമ്മൾ അറിയാതിരുന്നാൽ അതെങ്ങനെ തിരുത്തും? അപ്പോൾ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുന്ന പക്ഷം എനിക്ക് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ഞാൻ എപ്പോഴും ഓപ്പൺ ടു ഫീഡ്ബാക്കാണ്. അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എനിക്ക് എപ്പോഴും ഒരുപാട് വിലയുള്ളതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. നാളെ ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ക്ലോസ് ലുക്ക് കാണാൻ മറക്കല്ലേ.